വിദ്യാരംഭം. കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ദിനമാണ് വിദ്യാരംഭം. ഗുരു കുട്ടികളെ മടിയിലിരുത്തി നാക്ക് നീട്ടി നാക്കിൽ സ്വർണ മോതിരം തേനിൽ മുക്കി നാക്കിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് കുറിക്കുന്നു. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഏറ്റവും വാല്യുള്ള വിലയുള്ള ഒരു മെറ്റലാണ് സ്വർണം. അപ്പൊ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ പറയുന്ന വാക്കിന് സ്വർണത്തെക്കാൾ മൂല്യമുണ്ടാവണം, വിലയുണ്ടാവണം. അതിനാണ് സ്വർണത്തിൽ മുക്കുന്നത്. സ്വർണത്തിൽ മുക്കി സ്വർണം തേനിൽ മുക്കി ആദ്യാക്ഷരം കുറിക്കുന്നത്. ഉറപ്പാണ് വാക്ക്. വാക്ക് ഉറപ്പായിരിക്കണം. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവർത്തന ജീവിതത്തിന്റെ അവസാനം വരെ വാക്ക് പാലിക്കാൻ കഴിവുള്ള ഒരു സമ്പ്രദായത്തിന്റെ തുടക്കമാണ് ഗുരു തുടക്കം കുറിക്കുന്നത്. 2, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. ആധുനിക കാലഘട്ടങ്ങളിൽ പല ആളുകളുടെയും പോരായ്മ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കില്ല, ചെയ്യ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അപ്പൊ നാക്ക് കൊണ്ട് പറയുന്നത് ശരിയാവണം, സ്പഷ്ടമാവണം, ഉറപ്പുള്ളതാവണം, സത്യസന്ധമാവണം, നുണയാവരുത്, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാടിനും ഗുണമുള്ളതാവണം, ഉറപ്പുണ്ടാവണം. അതുകൂടാതെ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആളുകൾക്ക് അരോചകമുണ്ടാവരുത്, സുഖമുണ്ടാവണം, മധുരമുണ്ടാവണം, എന്നെ എന്നും ഓർക്കുന്ന രീതിയിലുള്ള ഇടപെടാൻ പറ്റിയ വാക്കുകളാവണം എൻ്റെ നാക്ക്. എൻ്റെ വാക്കുകൾ മധുരകരമാവണം. അത് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഗുണകരമായ കാര്യമാവണം. ഗുരു മടിയിലിരുത്തി നമ്മൾക്ക് ആദ്യ അക്ഷരം തേനിൽ മുക്കി തരുന്നു. ഇത് തരാൻ കഴിവുള്ള ഒരു ഗുരു ആണ് നമ്മൾക്ക് ഇത് തരുന്നത്. അതിനുശേഷം നമ്മളുടെ അക്ഷരം അല്ലെങ്കിൽ അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ, ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ആ അറിവില്ലായ്മയെ വെളിച്ചമാക്കി, നന്മയായി, ഗുണമാക്കി, ജീവിതമാക്കി, ജീവിതത്തിൽ ഐശ്വര്യമായി, അഭിവൃദ്ധിയായി പരിണമിക്കാൻ പറ്റുന്ന അറിവാണ് ഗുരുനാഥൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫർ ചെയ്യാണ്, അങ്ങോട്ടേക്ക് കൈമാറുകയാണ്, അതിനെ പരിവർത്തനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഗുരു അല്ലെങ്കിൽ ഗുരു എന്ന സങ്കല്പം. അതിനുശേഷം ഗുരു ആ ഗുരുവിന്റെ കയ്യ് കുട്ടിയുടെ തലയിൽ വെച്ച്, സഹസ്രാര പത്മത്തിൽ വെച്ച് ഗുരു നേടിയ ജ്ഞാന ഊർജം കുട്ടിയുടെ തലയിൽ വെച്ച്, സഹസ്രാരത്തിൽ വെച്ച് ആ അറിവ് ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് വിദ്യാരംഭവുമായി ബന്ധപ്പെടുന്ന ഐതിഹ്യവും അതിൻ്റെ തുടർച്ചയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.